സർ, റോബർട്ട് വാദ്ര, നമ്മുടെ പ്രിയങ്ക വാദ്രയുടെ ഭർത്താവ്, സോണിയ കുടുംബത്തിലെ മരുമകൻ, റോബർട്ട് വാദ്രയെ കഴിഞ്ഞ ദിവസവും ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായി. ചോദ്യം ചെയ്യലിന് ശേഷം റോബർട്ട് വാദ്രയെ വിട്ടയച്ചു. എന്താണ് സർ ഈ റോബർട്ട് വാദ്രയെ ഇങ്ങനെ നിരന്തരം ED വേട്ടയാടുകയാണോ? ഇപ്പോൾ എന്ത് കാര്യത്തിനാണ്, ഏത് കേസിലാണ് റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്? ആയുധ ബ്രോക്കറുമായിട്ടുള്ള ഏർപ്പാടുകളല്ലേ? എന്തോ ഭണ്ഡാരി അല്ലേ? സഞ്ജയ് ഭണ്ഡാരി കോടതി പിടികിട്ട സാമ്പത്തിക കുറ്റവാളിയായിട്ട് ഡൽഹി ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയുധ ദല്ലാളാണ്. 2016 ഇടപാടില് എന്തോ കമ്മീഷനും കാര്യങ്ങളും ഒക്കെ കിട്ടിയതിൽ ഫ്ലാറ്റ് വാങ്ങി കൊടുത്തതും ആഡംബര ഫ്ലാറ്റ് അല്ലേ? ശരിക്കും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2014 മുമ്പാണ് സഞ്ജയ് ഭണ്ഡാരി ഈ ആയുധ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്, മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അനുസരിച്ച് ഈ സഞ്ജയ് ഭണ്ഡാരി അതായത് വിദേശത്തുള്ള പ്രമുഖ ആയുധ നിർമ്മാണ കമ്പനികളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്, ഒരു ബന്ധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ആയുധ ദല്ലാളായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പലർക്കും ആയുധങ്ങൾ വാങ്ങുന്നതിന് ഇടനില നിൽക്കുന്ന, അതിൻ്റെ കരാറുകൾ തയ്യാറാക്കി കൊടുക്കുന്ന ഒക്കെ ആളാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് പല ആയുധങ്ങളും പല സ്ഥലത്തു നിന്നും വാങ്ങാൻ തീരുമാനിച്ചപ്പോൾ 2014 മുമ്പാണ് ഇദ്ദേഹം ഈ പറഞ്ഞതുപോലെ അതിനൊക്കെ ഇടനില നിൽക്കുകയും ആയുധങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അതിൽ വലിയ തുക കമ്മീഷനായിട്ട് വാങ്ങുകയും ചെയ്തു എന്നാണ് ആക്ഷേപം. ഈ ഇദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ സാധൂകരിക്കാൻ, അതായത് ആ ഡീലിലേക്ക് എത്തിക്കാൻ ഗവൺമെൻറ് തലത്തിൽ നിന്നാണല്ലോ ഓർഡർ വരേണ്ടത്. ഒരു സാധനം വാങ്ങണമെങ്കിൽ പർച്ചേസ് ഓർഡർ ഗവൺമെൻറ് ആണല്ലോ കൊടുക്കേണ്ടത്. പ്രതിരോധ വകുപ്പിൽ നിന്ന് ആ പർച്ചേസ് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചത് റോബർട്ട് വാദ്രയാണെന്നും അതിന് പകരം റോബർട്ട് വാദ്രയ്ക്ക് ഇദ്ദേഹം ഫ്ലാറ്റുകൾ കാനഡയിൽ വിദേശത്ത് ഫ്ലാറ്റുകൾ സമ്മാനിച്ചു എന്നുമാണ് കേട്ടിട്ടുള്ളത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും അത്തരത്തിലാണ്. അപ്പോൾ ആ കേസിലായിരിക്കണം ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്. വാദ്രയാകുമ്പോൾ അത് നമുക്ക് വാങ്ങി എന്നുള്ളതിലും അതെ ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതിലും നമുക്ക് വിശ്വസിക്കാം. കാരണം അത്തരത്തിലുള്ള ഇടപാടുകാരനാണ് റോബർട്ട് വാദ്ര എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ്. സാറി, കാനഡയിൽ മാത്രമല്ല കേട്ടോ, ലണ്ടനിലും നമ്മുടെ റോബർട്ട് വാദ്രയ്ക്ക് ഒരു ആഡംബര ഫ്ലാറ്റ് ഇദ്ദേഹം ഇതുപോലെ പാരിതോഷികമായിട്ട് സമ്മാനിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുള്ളതാണ്. അതിനെക്കുറിച്ച് തെളിവുകൾ കിട്ടിയിട്ടായിരിക്കുമല്ലോ ED. ഞാൻ ഇതിൻ്റെ ഒരു മറുവശം കൂടി ആലോചിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അളിയനായത്, അതെ അല്ലേ, സോണിയ അമ്മച്ചിയുടെ മരുമകന്. അതെ. അപ്പം രാജ്യം ഭരിക്കാൻ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ ഭരിക്കുന്നത് റോബർട്ട് വാദ്രയായിരിക്കും. ഇന്ദിരാഗാന്ധി മാത്രമല്ല, സകലതും വിറ്റ് കച്ചവടം അടിച്ച് കമ്മീഷൻ വാങ്ങും. ഇപ്പൊ തന്നെ പലതും 2014 മുമ്പ് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തെളിവ് സഹിതം പുറത്ത് വന്നുകൊണ്ടിരിക്കുകയല്ല. അതെ. പണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ സഞ്ജയ് ഗാന്ധി കസേരയിൽ കയറിയിരുന്ന് ഭരണം നടത്തിയത് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധിയൊക്കെ പിടിച്ചു മാറ്റി റോബർട്ട് വാദ്രയെ കയറി ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വയനാട്ടിൽ റോബർട്ട് വാദ്ര പറഞ്ഞല്ലോ സാർ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമുണ്ട്, ഞാൻ മത്സരിച്ചാൽ ജയിക്കും, BJP ഞാൻ മത്സരിക്കുമോ എന്ന് പേടിച്ചാണ് എനിക്കെതിരെ ഈ കേസുകളെല്ലാം കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്, കുത്തിപ്പൊക്കുന്നത് എന്നൊക്കെയാണ് റോബർട്ട് വാദ്രയുടെ ഭാഷ്യം. അപ്പോൾ അദ്ദേഹത്തിനും പാർലമെന്ററി മോഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സോണിയ പരിവാറും മകനോളം വരില്ലല്ലോ മരുമകൻ. അതെ. അപ്പോൾ ആ ഒരു ഇതിലുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ്. പക്ഷെ തക്കം കിട്ടിയാൽ അളിയനെ അങ്ങോട്ട് തട്ടി മാറ്റി ആ സ്ഥാനത്തേക്ക് അദ്ദേഹം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാധ്യത നല്ല സാധ്യതയേ ഉള്ളൂ. ഇപ്പം വയനാട്ടിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആരായിരിക്കും? ചിലപ്പോൾ പ്രിയങ്കയാണോ? വാദ്രയാണ്. അപ്പോൾ അവിടുത്തെ പോലും ഫണ്ടുകൾ ചിലപ്പോൾ അടിച്ചു മാറ്റിയെന്നിരിക്കും. അപ്പോൾ ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ടല്ലോ അല്ലേ, UPA ഭരണകാലത്ത് ആയുധങ്ങൾ വിറ്റതിന് അവരുടെ കാലത്താണല്ലോ അത്രയും ആയുധ ഇടപാടുകളൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സംഗതിയെ കുറിച്ച്. പക്ഷേ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല ചിലരൊക്കെ. അല്ല, ചെറിയ ചെറിയ വാർത്തകളെ ഉള്ളൂ, ഒറ്റക്കോളം വാർത്തയൊക്കെ. ഇത് ചെറിയ വാർത്തയല്ല, ഇതാണ് ഏറ്റവും വലിയ വാർത്തയായിട്ട് വരേണ്ടത്. വന്നു കഴിയുമ്പോഴായിരിക്കും, കാരണം കോടികളുടെ ഇടപാടാണ് നടക്കുന്നത് ഈ പ്രതിരോധ മേഖലയിൽ.
അവിടെ തന്നെ അപ്പോൾ അതിനകത്ത് കമ്മീഷനായിട്ട് കിട്ടുന്ന തുക ഉപയോഗിച്ച് കാനഡയിലും ലണ്ടനിലും ഒക്കെ ഈ വലിയ ഫ്ലാറ്റുകൾ, അത് ലണ്ടനിലെ ആഡംബര ഫ്ലാറ്റൊക്കെ വാങ്ങി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഇടപാടൊന്നും അല്ല നടന്നിരിക്കുന്നത്, വലിയ അഴിമതിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. പാരിതോഷികം തന്നെ കോടികൾ മതിക്കും. അതെ. അപ്പോൾ ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് എത്രത്തോളമാണെന്നുള്ളത് വലിയ കോടികളായിരിക്കും, ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനകത്ത് പിന്നെ ഇത് ഏറെക്കാലം ഇത് UPA സർക്കാരിൻ്റെ ഭരണം നീണ്ടുപോയിരുന്നുവെങ്കിൽ സൈന്യത്തെ മുഴുവനും വിറ്റേനെ. വിറ്റുമായിരുന്നു സാർ. ഈ കേസ് വന്നപ്പോൾ ഈ ആദ്യം ED ഇദ്ദേഹത്തിനെ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ചു. ആരെ? നമ്മുടെ സഞ്ജയ് ഭണ്ഡാരിയെ. അങ്ങനെ ഭണ്ഡാരി അതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. പക്ഷെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി ED നടപടി ശരിവെക്കുകയായിരുന്നു. അങ്ങനെയാണ് ഭണ്ഡാരിക്ക് നമ്മുടെ നാട്ടിൽ നിക്കക്കള്ളി ഇല്ലാതെ പുള്ളി മുങ്ങിയത്. അങ്ങനെയാണ് ഇത് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്ന സാഹചര്യമല്ല. വന്ന അപ്പം തന്നെ ED അറസ്റ്റ് ചെയ്യും. അല്ല, അതിനുള്ള സൗകര്യം ഇവർ ചെയ്തു കൊടുത്ത് കാണുമല്ലോ. പിന്നെ രക്ഷപ്പെടാനുള്ള സൗകര്യം അവർക്കും ബന്ധങ്ങളുണ്ടല്ലോ. അല്ല, അതിപ്പം നരേന്ദ്രമോദി ഭരിക്കാൻ വന്ന 2014 തന്നെ നമുക്കറിയാം. 14 ഭരണം ആരംഭിച്ച് കുറച്ച് ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പൊതുവെ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൺഗ്രസിനെ പോലെ ഇതിനെയും വളയ്ക്കാം, ചില്ലറയൊക്കെ കൊടുത്ത് പാർട്ടി ഫണ്ടൊക്കെ കൊടുത്ത് നമുക്ക് ഇവരെ ഒതുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി. വളരെ കൃത്യമായിട്ട് ഓരോരുത്തരെയായിട്ട് പൊക്കാൻ തുടങ്ങി. അതുകൊണ്ട് സംഗതി അപകടമാണെന്ന് മനസ്സിലായ ഉടനെ തന്നെ വിജയ് മല്യ, നീരവ് മോദി, സഞ്ജയ് ഭണ്ഡാരി എല്ലാം രാജ്യം വിട്ടു. ഇവന്മാർ വളരെ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ രഹസ്യമായിട്ട് പിന്നെ പാസ്പോർട്ടും മറ്റ് വിസയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്കൊക്കെ വിദേശത്ത് പല രാജ്യങ്ങളിലും ഇവർക്ക് പോകാനും അവിടെ താമസിക്കാനുള്ള പ്രത്യേക പെർമിറ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവരെല്ലാം വളരെ ക്യുക്കായിട്ട് ഈ രാഹുൽ ഗാന്ധിക്ക് വേണ്ട സഹായം പോലും ഒക്കെ ഈ ഭണ്ഡാരി ആയിരിക്കും ചെയ്തു കൊടുത്തത്. സാമ്പത്തിക സഹായം ഉൾപ്പെടെ പാർട്ടിക്ക് ഫണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും തീർച്ചയായിട്ടുമല്ലോ. കാരണം ഇനി ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കണമല്ലോ. അതെ, അതുകൊണ്ട് തന്നെ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ വലിയ വാർത്തയായി വന്നു വരികയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ എന്നല്ല കോൺഗ്രസിൻ്റെ മേൽവിലാസം തന്നെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് ഈ കോൺഗ്രസിന് എല്ലാ കാലത്തും സാർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, അതുപോലെ രാജീവ് ഗാന്ധിയുടെ കാലത്ത്, അതെ അതെ ബോഫോഴ്സ് ഉൾപ്പെടെയുള്ള, അതുപോലെ നരസിംഹറാവുവിൻ്റെ കാലത്ത്, അതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നമുക്കറിയാം ഈ ട്രക്ക് ഇടപാട് ഉൾപ്പെടെ ചോപ്പർ ഹെലികോപ്റ്ററുകൾ വാങ്ങിച്ചതിലെ അഴിമതി ഒക്കെ. ഈ ഹെലികോപ്റ്ററൊക്കെ നല്ല സാധനം തന്നെയാണ്, പക്ഷേ ഇത് വാങ്ങിക്കുമ്പോൾ വലിയ അഴിമതി നടക്കുകയാണ് ഇതിനകത്തൊക്കെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഈ കോൺഗ്രസിൻ്റെ ഫണ്ടെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇടപാടുകളിലൂടെ കിട്ടിയ പണം കോൺഗ്രസ്സിന് ധാരാളം വന്നിട്ടുണ്ട് എന്ന ആക്ഷേപങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ വിവരം. ഈ റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു, അതുപോലെ സഞ്ജയ് ഭണ്ഡാരിയുടെ ബന്ധം, സഞ്ജയ് ഭണ്ഡാരിയെ സാമ്പത്തിക കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നു, അത് കോടതി അംഗീകരിക്കുന്നു. ഇതിനൊക്കെ വാസ്തവം പറഞ്ഞാൽ കോൺഗ്രസ് മറുപടി പറയേണ്ടതാണ്. ഇങ്ങനെ ഉള്ളവർക്കൊക്കെ നിൽക്കുകയും വളർത്തുകയും ചെയ്ത ഇവരാണ് ഈ സമീപ സമയത്ത് ഇന്ത്യ ലോക ഇടത്ത് തന്നെ വലിയ ഇതിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങി മറ്റുള്ളവർ പോകുന്നു അല്ലേ? ഇവരുടെ കാലത്ത് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ വ്യത്യാസം രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, ആ ഒരു കാര്യങ്ങളാണ് പിന്നെ കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കുന്നത്, തരൂര് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കണം തരൂര് ഇത്തരം ഏടാകൂടങ്ങളെ കണ്ടിട്ടാണ് തരൂര് ഇവരോട് മുത്തലാഖ് പറഞ്ഞതെന്നാണ് തോന്നുന്നത്. അതെ, അതായിരിക്കാനുള്ള സാധ്യതയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.